വിജയ് സാർ എന്ന് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് പറയുന്നു. അന്ന് വിജയ് സാർ ആരാണെന്നും അദ്ദേഹത്തിന് മലയാളിയോടുള്ള സ്നേഹം എന്താണെന്നും പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഇത് എത്ര കോടികൾ കിട്ടിയാലും ജനനായകൻ നമ്മുടെ മനസ്സിലെല്ലാം എന്നും നിറഞ്ഞു നിൽക്കട്ടെ. റോഷൻ മാത്യുവിൻ്റെ കല്യാണം നടത്തുന്ന മുസ്ലിയാരായിരുന്നു ഞാൻ. എനിക്ക് 73 വയസ്സ്. 10 വയസ്സ് മുതൽ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം സിനിമയിൽ വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. 6 മണിക്ക് ഷോ ആരംഭിച്ചു. 6 മണിക്ക് ഷോ ആരംഭിച്ചാൽ ഞാൻ സിനിമ കാണുന്ന ആസ്വാദനത്തിന് വേണ്ടിയാണ്. വിജയ് സാർ എന്ന് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം, ഇളയ ദളപതി എന്ന് പറയുന്ന വിജയ് സാർ അവസാനമായിട്ട് അഭിനയിക്കുന്ന പടം എന്ന് പറയുന്നു. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം സിനിമയിൽ വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വിജയ് സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് സർക്കാരിൽ 3 ദിവസം ചെന്നൈയിൽ ഷൂട്ട് ചെയ്ത് പോയ ഒരാളാണ് ഞാൻ. അന്ന് വിജയ് സാർ ആരാണെന്നും അദ്ദേഹത്തിന് മലയാളിയോടുള്ള സ്നേഹം എന്താണെന്നും പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പം വിജയ് സാർ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലെത്രത്തോളം ഉണ്ടോ അതേപോലെ തന്നെ ഇന്ത്യൻ ജനതയിലേക്ക് വന്നിട്ട് അദ്ദേഹം നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് പറയുന്നു. ഷൂട്ടിംഗ് അനുഭവം എങ്ങനെയാണ്? വിജയൻ്റെ സർക്കാർ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഞങ്ങൾ ഇവിടുന്ന് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് 50 പേര് പോയി. അന്ന് ഞങ്ങൾക്ക് അവിടെ കിട്ടിയ പരിഗണന ഒരു ലൊക്കേഷനും ആർക്കും കിട്ടിക്കാണില്ല. കാരണം ഇവിടുന്ന് പോയ 50 പേർക്കും ആദ്യമേ തന്നെ പുതിയ ഡ്രസ്സ്, എല്ലാ ദിവസവും ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സാണ് തന്നത്. ഫുഡ്, താമസം, യാത്ര എല്ലാം കഴിഞ്ഞിട്ട് ഒരു എമൗണ്ട് ഞങ്ങൾക്ക് തരുകയും ചെയ്തു. അവിടെ ആരും കോർഡിനേറ്റർ വിളിച്ചാണെങ്കിലും അവിടെയൊന്നും ഒരു തട്ടിപ്പില്ല. എല്ലാവരോടും അവരൊക്കെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. തമിഴിൽ നമ്മളൊരു ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളികളെ എല്ലാവരും സാറേ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും എല്ലാം അവരിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മളെ അവർ കാണുന്നത്. എന്തായാലും ജനനായകൻ എന്ന പടം ഇന്നലെ വരെ ഞാൻ അറിഞ്ഞത് 40 കോടി കഴിഞ്ഞു. പ്രീ സെയിൽ 40 കോടി കഴിഞ്ഞു. എന്തായാലും ഇത് എത്ര കോടികൾ കിട്ടിയാലും ജനനായകൻ നമ്മുടെ മനസ്സിലെല്ലാം എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എടപ്പള്ളി. ഞാൻ 65ാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് വന്ന ആളാണ്. 25ഓളം അമച്വർ നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ട് 15 പ്രൊഫഷണൽ വിൽക്കലമേള, 2 ടെലിഫിലിം, ഒരു രണ്ട് വെബ് സീരീസ്, ഒരു സീരിയൽ, 37 സിനിമ. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി 37 സിനിമയിൽ 4 സിനിമ ഡയലോഗ് സഹിതം. അത് പിഷാരടിയുടെ പഞ്ചവർത്തയിൽ ഡയലോഗ് സഹിതം. ജനാർദ്ദൻ കൂടെയാണ് ജയറാൻ്റെ കൂടെ ഡാൻസ് പാട്ട് ഞാനും കണ്ണൻജി നാഥും ഒക്കെ ആ സീനിലുണ്ട്. പിന്നെ മൂത്തോനിൽ മുസ്ലിയാരായിട്ട് റോഷൻ മാത്യുവിൻ്റെ കല്യാണം നടത്തുന്ന മുസ്ലിയാരായിരുന്നു ഞാൻ. നല്ലൊരു വേഷം എനിക്ക് കിട്ടി. പിന്നെ കാലൻ വേണു എന്ന് പറയുന്നത് 3-4 സ്ഥലത്ത് ഡയലോഗുണ്ട്. പിന്നെ ചുരുൾ എന്ന പടത്തിൽ ഒരു കോടതിയിൽ ബെഞ്ച് ക്ലാർക്കിൻ്റെ വേഷം. ഇത്രയും ഞാൻ ഡയലോഗ് സൈൻ ചെയ്തേക്കുന്നത്. ഇനി നല്ല നല്ല വേഷങ്ങൾ എന്നത്തേട് വരും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. എനിക്ക് 73 വയസ്സ്. 10 വയസ്സ് മുതൽ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ.